സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2024 ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇപ്പോൾ PSC പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അടുത്ത LDC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിച്ചിട്ട് പോകാം. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. സ്റ്റാർട്ട് ചെയ്യാം. ഈ പരീക്ഷയുടെ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാവുന്നതാണ്, ലഭ്യമാണ്. ആദ്യത്തെ ചോദ്യം, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സമ്പാദ് കൗമുദിയാണ്. സമ്പാദ് കൗമുദിയാണ്. രാജാറാം മോഹൻ റോയ് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് D.K. കാർവെയാണ്. D.K. കാർവെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? SNDT വുമൺസ് യൂണിവേഴ്സിറ്റി. സ്ഥാപിച്ചത് D.K. കാർവെ. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത്? ആരാണ്? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. കൃതിയുടെ പേര് നിബന്ധമാല. ഏത് ഭാഷയിലാണ് രചിച്ചത്? മറാത്തി ഭാഷയിലാണ്. മറാത്തി ഭാഷ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ അബനീന്ദ്രനാഥ് ടാഗോർ ആണ്. അബനീന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരേ ഒരു പ്രാവശ്യമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്, ഒരു തവണ. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാര്? ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് NV കൃഷ്ണവാര്യരാണ്. NV കൃഷ്ണവാര്യരാണ് ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത്. NV കൃഷ്ണവാര്യർ. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നെടുത്തതാണ്? മൗലിക കടമകൾ. മൗലിക കടമകൾ എടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നുമാണ്. റഷ്യ. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത്? തന്നിരിക്കുന്നത് ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ചിത്തരഞ്ജൻ ദാസ്, ഗോപാലകൃഷ്ണ ഗോഖലെ. ഇതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ A ആണ്. ബാലഗംഗാധര തിലക് ആണ്. അടുത്ത ചോദ്യം, തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏത്? തുലാം 10 സമരം ഏതാണ്? പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരമാണ് തുലാം 10 സമരം എന്ന് അറിയപ്പെടുന്നത്. പുന്നപ്ര വയലാർ സമരം, തുലാം 10 സമരം. താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? 1806 വെല്ലൂർ കലാപമാണ്. വെല്ലൂർ കലാപമാണ് 1806 നടന്നത്. മലബാർ കലാപം നടന്ന വർഷം 1921. ശിപ്പായി ലഹള 1857. സന്യാസി കലാപം നടന്ന വർഷം ഏതാണ്? സന്യാസി കലാപം 1763. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് G. ശങ്കരക്കുറുപ്പാണ്. G. ശങ്കരക്കുറുപ്പ്. വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആര്? വിവേകോദയം കുമാരനാശാൻ. വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആരാണ്? കുമാരനാശാൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി KM മുൻഷിയാണ്. KM മുൻഷി. 102ാമത്തെ ഭരണഘടന ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഏതാണ്? എത്രാമത്തെയാണ്? 102ാമത്തെയാണ്. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദമാണ് അനുച്ഛേദം 338B. അനുച്ഛേദം 338B വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഓർത്തു വയ്ക്കണം. അനുച്ഛേദം 338B ആണ്. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്.
അടുത്ത ചോദ്യം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായി വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21A ആണ്. അനുച്ഛേദം 21A. 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ഏത് വർഷം? 2020 2020 ഓഗസ്റ്റിൽ ആരോടുള്ള ആദരസൂചകമായിട്ടാണ്? മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായിട്ട് നാണയം പുറത്തിറക്കിയ രാജ്യമാണ് യുണൈറ്റഡ് കിങ്ഡം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ വരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? തന്നിരിക്കുന്നു. വാർത്താവിനിമയം, ജനസംഖ്യാ നിയന്ത്രണം, വിദ്യുത് ശക്തി, ക്രമസമാധാനം. യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ വരുന്നത് വാർത്താവിനിമയമാണ്. വാർത്താവിനിമയം. അടുത്ത ചോദ്യം. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നാലാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏവ? തന്നിരിക്കുന്നു. 1969-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. മഹാലനോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായി. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു. ശരിയായവയാണ് ചോദിച്ചത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 3, 4 എന്നിവ ശരിയാണ്. 1, 3, 4 എന്നിവ ശരിയാണ്. 1969-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. എത്രാമത്തെയാണ്? 4ാമത്തെ പഞ്ചവത്സര പദ്ധതി ശരിയാണ്. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി ശരിയാണ്. ഇന്ത്യയിലെ പ്രഥമ ദേശസാൽക്കരണം നടന്നത് ഈ കാലഘട്ടത്തിലാണ് ശരിയാണ്. മഹാലനോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായത് എത്രാമത്തെ 5 ഇയർ പ്ലാൻ ആണ്? സെക്കൻഡ് ആണ്. സെക്കൻഡ്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത്? നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവന തന്നിരിക്കുന്നു. നീതി ആയോഗ് 2015 ജനുവരി 1 രൂപീകരിക്കപ്പെട്ടു. ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ്. നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. നീതി ആയോഗ് ഭരണഘടനാ സംവിധാനമാണ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 20 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ്? ഗാന്ധിജിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ജവഹർലാൽ നെഹ്റുവാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ആരുടെ വാക്കുകളാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഗാന്ധിജിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? മൈസൂർ, ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. ഓപ്ഷൻ എ ആണ്. പെടാത്തത് മൈസൂരാണ്. ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എല്ലാം വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടുന്നതാണ്. അടുത്ത ചോദ്യം. 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായിട്ട് അദ്ദേഹത്തിൻ്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം വിഴിഞ്ഞമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം. അടുത്ത ചോദ്യം. തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ. ഭാഗം അല്ലാത്തത് ഏത് മേഖലയുടെയാണ്? ഉത്തരപർവ്വത മേഖലയുടെ. തന്നിരിക്കുന്നു. ത്രിപുര, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, സിക്കിം, മധ്യപ്രദേശ്. ഭാഗം അല്ലാത്തത് ഓപ്ഷൻ സി ആണ് ഉത്തരം. 3ഉം 5ഉമാണ്. ഗുജറാത്തും മധ്യപ്രദേശുമാണ് ഉത്തരപർവ്വത മേഖലയുടെ ഭാഗങ്ങളല്ലാത്തത്. ത്രിപുര, ഉത്തരാഖണ്ഡ്, സിക്കിം എന്നിവയെല്ലാം ഉത്തരപർവ്വത മേഖലയുടെ ഭാഗങ്ങളാണ്. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത്. ആരവല്ലി
ആരവല്ലിയുമായിട്ട് ബന്ധം ഇല്ലാത്തത് ഏത്? തന്നിരിക്കുന്നു. ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ്. ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരുശിഖർ. ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരയിലാണ്. ബന്ധമില്ലാത്തത് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നെന്ന് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ്. ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏതാണ്? ആരവല്ലിയാണ്. ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. ശരിയാണ്. ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരുശിഖർ. ശരിയാണ്. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? ഗുരുശിഖർ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഏതാണ്? വടക്കൻ സിർക്കാട് തീരമാണ്. വടക്കൻ സിർക്കാസ് തീരം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായിട്ടുള്ള ജോഡി ഓപ്ഷൻ ബി ആണ്. ഉപദ്വീപീയ പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ ആണ് ശരിയായിട്ടുള്ള ജോഡി. 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമീകരണം കണ്ടെത്തുക. തന്നിരിക്കുന്ന സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവയാണ്. വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. രാജസ്ഥാനാണ് ഏറ്റവും വലിയ സംസ്ഥാനം. അതിനുശേഷം മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം, അന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് അദ്ദേഹം? അന്റോണിയോ ഗുട്ടറസ് എന്താണ്? UN സെക്രട്ടറി ജനറൽ ആണ്. UN സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ്. അടുത്ത ചോദ്യം, പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു. അതിൽ തെറ്റായത് ഏതാണ്? തെറ്റായത് തന്നിരിക്കുന്ന രാജസ്ഥാൻ ഭജ്ലാൽ ശർമ്മ, മധ്യപ്രദേശ് മോഹൻ യാദവ്, തെലങ്കാന രേവന്ത് റെഡ്ഡി, ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗേൽ. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. ഛത്തീസ്ഗഡ് ആരാണ്? ഛത്തീസ്ഗഡില് വിഷ്ണു ദിയോസായ് ആണ്. വിഷ്ണു ദിയോസായ്. ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? ഇറാനാണ്. ഇറാൻ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ്. ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക. കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ. ഓപ്ഷൻ എ ആണ് 1 and 2. കണ്ണൂർ, കാസർഗോഡ്. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? 78 ആണ്. മൊത്തം താലൂക്ക് 78. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. തന്നിരിക്കുന്നത് ശാസ്താംകോട്ടക്കായൽ, പൂക്കോട് തടാകം, വെള്ളായണി തടാകം, അഷ്ടമുടിക്കായൽ. കൂട്ടത്തിൽ പെടാത്തത് അഷ്ടമുടിക്കായലാണ്. അഷ്ടമുടിക്കായൽ ഒഴികെ ബാക്കിയെല്ലാം ശുദ്ധജല തടാകങ്ങളാണ്. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. തന്നിരിക്കുന്നു. ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലുമായി ചേരുന്നത്. ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പെരിയാർ നദിയുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ബന്ധമില്ലാത്തതാണ് പെരിയാർ നദിയുമായിട്ട്. ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ശരിയാണ്. എറണാകുളം ജില്ലയിൽ വെച്ച് ഈ നദി അറബിക്കടലുമായി ചേരുന്നു. ശരിയാണ്. ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയാണ്. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി തന്നിരിക്കുന്നത് പള്ളിവാസൽ ഇടുക്കി, ഷോളയാർ പാലക്കാട്, കുറ്റ്യാടി കോഴിക്കോട്, കല്ലട കൊല്ലം. തെറ്റായിട്ടുള്ളത് ഏതാണ്? ഷോളയാറാണ്. ഷോളയാർ എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ഷോളയാർ തൃശ്ശൂർ ജില്ലയിലാണ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത്? കുറിഞ്ഞിമല, ചിന്നാർ, പെരിയാർ, ആറളം എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഇടുക്കി ജില്ലയുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? ആറളമാണ്. ആറളം ഏത് ജില്ലയിലാണ്? കണ്ണൂരാണ്. അടുത്ത ചോദ്യം, വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം? വരയാടുകൾ ഇരവികുളത്താണ്. ഇരവികുളം ദേശീയോദ്യാനം. 41 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം,
ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എം ശ്രീശങ്കർ അത്ലറ്റിക്സ് ആണ്. അത്ലറ്റിക്സ്. എം ശ്രീശങ്കർ അത്ലറ്റിക്സ്. ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തെരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തെരഞ്ഞെടുപ്പ് ഏത്? തന്നിരിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്തത് ഏതാണ്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തന്നിരിക്കുന്നത് അന്ത്യോദയ അന്ന യോജന, അന്നപൂർണ, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പദ്ധതിയാണ് ഓപ്ഷൻ സി, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്. വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ. ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണമെന്ന് പറയാൻ കാരണമെന്ത്? ദഹനം സുഗമമാക്കാൻ. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നത് മാലിക് ആസിഡ് ആണ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? മാലിക് ആസിഡ്. ഇന്ത്യയുടെ സൗരദൗത്യത്തിന്റെ പേര്? സൗരദൗത്യം. ഇന്ത്യയുടെ സൗരദൗത്യം ആദിത്യ L1. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം? വിരാട് കോഹ്ലി. വിരാട് കോഹ്ലി. മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആരാണ്? അല്ലു അർജുൻ. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി? പാരീസ് ആണ്. പാരീസ്. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? നിശാന്തത, സ്കർവി. അപര്യാപ്തത രോഗങ്ങളാണ്. അപര്യാപ്തത രോഗങ്ങൾ. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരയിനം നെല്ലിനങ്ങളേവ? സങ്കരയിനം നെല്ലിനങ്ങൾ. പവിത്ര, അന്നപൂർണ. നെല്ലിനങ്ങളാണ് സങ്കരയിനം നെല്ലിനങ്ങൾ. പവിത്ര, അന്നപൂർണ. ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? തന്നിരിക്കുന്നു ദീർഘകാലം മണ്ണിൽ നശിക്കാതെ കിടക്കുന്നു, മണ്ണിലേക്ക് ജലം ഇറങ്ങുന്നത് തടയുന്നു, വേരുകളുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നു, മണ്ണിലെ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. ശരിയല്ലാത്തത് ഓപ്ഷൻ ഡി. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം? തന്നിരിക്കുന്നത് കാൽഷ്യം, സോഡിയം, ഫോസ്ഫറസ്, അയഡിൻ എന്നിവയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ശരിയാണ്. കാൽഷ്യം, ഫോസ്ഫറസ്. താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളേവ? തന്നിരിക്കുന്നത് സഞ്ചാരിപ്രാവ്, മലമുഴക്കി വേഴാമ്പൽ, മലബാർ വിരുക്, ക്വാഗ. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2ഉം 3ഉം. മലമുഴക്കി വേഴാമ്പൽ, മലബാർ വിരുക്. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല? കോഴിക്കോടാണ്. കോഴിക്കോട്. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? ചെറുധാന്യങ്ങളാണ്. ചെറുധാന്യ വർഷം. ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. അലൂമിനിയം ബോക്സൈറ്റ്, സിങ്ക് ഗലീന, ഇരുമ്പ് ഹേമറ്റൈറ്റ്, കോപ്പർ കുപ്രൈറ്റ്. ശരിയല്ലാത്ത ജോഡി ഏതാണ്? ഓപ്ഷൻ ബി ആണ്. സിങ്ക് ഗലീന എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ശരിയല്ലാത്ത ജോഡി. ഗലീന ഏതിൻ്റെതാണ്? കറുത്തീയം അല്ലെങ്കിൽ ലെഡിൻ്റെ അയിരാണ് ഗലീന. സിങ്കിൻ്റെതോ കലാമിനാണ്. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജം. ഗതികോർജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു? ഗതികോർജം. ഓപ്ഷൻ സി 2ഉം 3ഉം. ഗതികോർജം, മാസ്, പ്രവേഗം. മാസ്, പ്രവേഗം.
എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മാഗ്വി ബവേൻഡി, ലൂയിസ് ഇബ്രൂസ്, അലക്സി ഐക്കിമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ക്വാണ്ടം ഡോട്ട്സിൻ്റെതാണ്. ആർക്കൊക്കെയാണ്? മാഗ്വി ബവേൻഡി, ലൂയിസ് ഇബ്രൂസ്, അലക്സി ഐക്കിമോവ്. ക്വാണ്ടം ഡോട്ട്സ്. ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. തന്നിരിക്കുന്നത് വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ്. സാധാരണഗതിയിൽ ഒരാൾക്ക് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ആവൃത്തിയുള്ള ശബ്ദം കേൾക്കാൻ കഴിയും. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ്. ശരിയല്ലാത്തത് ഓപ്ഷൻ സി ആണ്, 4 മാത്രം. ശബ്ദം വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ളത് പ്രസ്താവന. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ശരിയാണ്. ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ മാധ്യമം ആവശ്യമാണ്. ശരിയാണ്. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ആവൃത്തിയുള്ള ശബ്ദമാണ് ഒരാൾക്ക് കേൾക്കാൻ കഴിയുന്നത്. ശരിയാണ്. അടുത്ത ചോദ്യം. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എൻജിൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പല്ലൈറ്റ് എന്ത്? ക്രയോജനിക് എൻജിൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പല്ലൈറ്റ് ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനുമാണ്. ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. എക്സ് എന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 281 ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. 3. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. തന്നിരിക്കുന്ന ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ ഒരു ലോഹമാണ്. ഹൈഡ്രജൻ്റെ ഒരു ഐസോട്ടോപ്പാണ് റേഡിയം. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജനാണ്. ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായവ ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 4ഉമാണ്. 1ഉം 4ഉം. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. സൂര്യനിലെ നക്ഷത്രങ്ങളിലെ മുഖ്യ ഘടകം ഹൈഡ്രജൻ. ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമാകുന്ന രോഗമാണ്? ബാക്ടീരിയയാണ്. ഡയേറിയയ്ക്ക് കാരണമാകുന്നത് ബാക്ടീരിയ. കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ? ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉം ശരിയാണ്. മന്ത്, മലമ്പനി. അടുത്ത ചോദ്യം. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. തന്നിരിക്കുന്നു. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണിത്. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്നു. ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഊർജ ഉൽപാദനത്തിന് സഹായിക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് ശരി. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണിത്. നാരുകളെക്കുറിച്ചാണ് പറയുന്നത്. ശരിയാണ്. ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശരിയാണ്. ഹൃദയമിടിപ്പ് അറിയുവാനുള്ള ഉപകരണം സ്റ്റെതസ്കോപ്പ്. വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? തന്നിരിക്കുന്നു. വാക്സിനുകളെല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നവയാണ്. രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന വസ്തുക്കളാണ്. ഡോക്ടർ എഡ്വേർഡ് ജെന്നറാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത്. ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നൽകുന്ന വാക്സിനുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ശരിയല്ലാത്തത് ഓപ്ഷൻ എ ആണ്. വാക്സിനുകളെല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നതാണ് എന്നതാണ് ശരിയല്ലാത്തത്. വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കണ്ണ്. കാഴ്ചശക്തിയില്ലാത്തവർക്ക് ഉപയോഗിക്കുന്നവയാണ് വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് എന്നിവയെല്ലാം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി ഡയേറിയ, ബാക്ടീരിയ. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു. പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു.
അണുബാധ, ജീനുകൾക്ക് ഉണ്ടാകുന്ന തകരാറുകൾ. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 2ഉം ശരിയാണ്. ജീവിതശൈലി രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത്. വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്: തന്നിരിക്കുന്ന വിറ്റാമിൻ കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. വിറ്റാമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു. വിറ്റാമിൻ ബി വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. ശരിയല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. വിറ്റാമിൻ സി എന്താണ്? ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ആണ്. കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 4ഉം ശരിയാണ്. ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക. ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയം. അടുത്തിടെ GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു? ആസാമിലെയാണ് ചോക്കുവ അരി. ആസാം. 2023 ഓഗസ്റ്റിൽ EG 5.1 എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. EG 5.1. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം. ഇനി വരുന്നത് 20 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻസേഴ്സ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. 81 ഓപ്ഷൻ ബി. 82 ഓപ്ഷൻ എ. 83 ഓപ്ഷൻ എ. 84 ഓപ്ഷൻ ഡി. 85 ഓപ്ഷൻ ബി. 86 ഓപ്ഷൻ സി. 87 ഓപ്ഷൻ ഡി. 88 ഓപ്ഷൻ ഡി. 89 ഓപ്ഷൻ എ. 90 ഓപ്ഷൻ ബി. 91 ഓപ്ഷൻ സി. 92 ഉത്തരം ഓപ്ഷൻ ബി. 93 ഓപ്ഷൻ സി. 94 ഓപ്ഷൻ ബി. 95 ഓപ്ഷൻ എ. 96 ഓപ്ഷൻ സി. 97 ഓപ്ഷൻ ബി. 98 ഓപ്ഷൻ എ. 99 ഓപ്ഷൻ എ. അവസാനത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 216. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.